അടുത്ത തവണ ആശുപത്രിയിൽ പോകുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർക്കണം. നമ്മളെല്ലാവരും തന്നെ സ്വകാര്യ ആശുപത്രികളിലെയോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലെയോ ആശ്രയിക്കുന്നവരാണ്. സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്നത് അവിടെ ലാഭമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ചുള്ള ലാഭം മാത്രമാണ് സ്വകാര്യ ആശുപത്രികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്വകാര്യ ആശുപത്രി പലപ്പോഴും മെഡിക്കൽ എത്തിക്സ് പ്രായോഗികമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന വിവിധ തട്ടിപ്പുകൾ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് വിവിധ പഠന ഏജൻസികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ച് പറയുകയാണ്. സി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ട്, റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിട്ടുണ്ട്. അതേപോലെ വ്യക്തിപരമായിട്ടുള്ള ഡോക്ടർ ശുക്ല എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തെ പോലുള്ള ഡോക്ടർമാർ വ്യക്തിപരമായി ഈ രംഗത്ത് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ, ഇതിൻ്റെ എല്ലാം ഫലമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ഓപ്പറേഷനുകളിൽ, അതായത് 44% ഓപ്പറേഷനുകളും വേണ്ടാത്തതാണ്. വേണ്ടാത്ത ഓപ്പറേഷന് നമ്മളെ നിർബന്ധിച്ച് ഡോക്ടർമാർ വിധേയമാക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. 55% ശസ്ത്രക്രിയകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് 55% ശസ്ത്രക്രിയകളും നടത്തുന്നത്. അതായത് മരുന്നുകൊണ്ട് മാത്രം ഹീൽ ചെയ്യാവുന്ന, പരിഹരിക്കാവുന്ന ഈ വിഷയങ്ങളെ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് വലിയ തോതിൽ നമ്മുടെ കയ്യിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിൽ പണം തട്ടുന്നു എന്നാണ് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സി ന്യൂസിന്റെ പഠനം അതാണ്. 48% വരുന്ന ഗർഭപാത്ര നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ വ്യാജമാണ്, വേണ്ടാത്തതാണ്. 47% ക്യാൻസർ ശസ്ത്രക്രിയകളും വേണ്ടാത്തതാണ്, ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ്. 48% മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അനാവശ്യമായി അടിച്ചേൽപ്പിക്കുന്നതാണ്. 45% സിസേറിയനുകളും അടിച്ചേൽപ്പിക്കുന്നതാണ്. സ്വാഭാവിക നടക്കുന്നു എന്ന് ഡോക്ടർക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ പോലും ലാഭം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ശസ്ത്രക്രിയ. അതായത് 55% വരുന്ന ഇന്ത്യയിലെ ശസ്ത്രക്രിയകൾ വ്യാജമാണ്, വേണ്ടാത്തതാണ്, അടിച്ചേൽപ്പിക്കുന്നതാണ്. പണത്തിന് വേണ്ടി നമ്മളെ പിഴിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ശസ്ത്രക്രിയകൾ നടത്തുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യമായിട്ടുള്ള പരിശോധന. നമ്മളൊരു പനിയുമായിട്ടായിരിക്കും ആശുപത്രി ചെല്ലുന്നത്, അതെല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടതായിരിക്കും. ഒരു 4-5 ടെസ്റ്റിന് എഴുതി തരും. ലിവർ ടെസ്റ്റ്, അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്. ഇതൊന്നും വേണ്ടാത്തതാണ്. ഡോക്ടർക്ക് അറിയാം ഇത് വെറും പനി മാത്രമേ ഉള്ളൂ, ഒരു പാരാസെറ്റമോൾ കഴിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഡോക്ടർക്ക് അറിയാമെങ്കിലും ലാഭം എന്ന കാര്യം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത് അനാവശ്യമായിട്ടുള്ള പല പരിശോധനകളും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നു. അത് വേണ്ടാത്തതാണ്. ഒരു പക്ഷേ 5 രൂപയ്ക്ക് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം 5000 രൂപയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ ചെക്കപ്പുകൾ. ഇനി മറ്റൊരു തട്ടിപ്പാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുക. അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളെ ICUവിലോട്ട് കയറ്റിയതിനു ശേഷം ഒരു ദിവസം ICUവിന് 1000 രൂപയാണ് നമുക്കറിയാമല്ലോ. അതേപോലെ 1 മാസം വരെ ICUവിൽ മരിച്ച ഒരാളെ കിടത്താനാകും. അത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നാണ്. അത് 5 ലക്ഷം രൂപ നൽകിയിട്ടാണ് ആ ഒരു രോഗിയുടെ അല്ലെങ്കിൽ മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് അവരെ സമാധാനിപ്പിച്ചത്. അല്ലെങ്കിൽ കേസും കൂട്ടൊന്ന് ഒഴിവാക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ നൽകിയിട്ടാണ് അവരെ സമാധാനപ്പെടുത്തിയത്. 14 വയസ്സുകാരനെ 1 മാസം മരിച്ച് ആ അവസ്ഥയിൽ ICUവിൽ ഇട്ടിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ അവരിൽ നിന്ന് വാങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ടത്, ഇങ്ങനെ ICUവിൽ കയറ്റുന്ന രോഗികൾ മരിച്ചവരാണോ, അവരുടെ അവസ്ഥ എന്താണ്, ഡോക്ടർമാർ പറയുന്നത് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ICU കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ 68% പേരും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തവരാണ്. പല സ്വകാര്യ ആശുപത്രികളിലും പല കള്ളങ്ങളും പറഞ്ഞുകൊണ്ട്, പല ന്യായങ്ങളും നിർത്തിക്കൊണ്ട്, പല മുരട്ടുവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട്, തൊടുന്യായങ്ങൾ ഉന്നയിച്ച് ഈ ക്ലെയിം നിഷേധിക്കുന്നു. അതുകൊണ്ട് ഇൻഷുറൻസ് തുക നമുക്ക് കിട്ടാതാകുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പണം കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഇൻഷുറൻസ് തുക തടഞ്ഞു വെക്കുകയും രോഗിയുടെ കയ്യിൽ നിന്നും ഭീമമായ എമൗണ്ട് വാങ്ങുകയും ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട്. മറ്റൊന്ന് അവയവ കച്ചവടമാണ്. ഏതെങ്കിലും മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച് വന്നു കഴിഞ്ഞാൽ
അവരെ ബോധപൂർവം മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവയവം മാറ്റി എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ അവയവ തട്ടിപ്പ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഈ രംഗത്ത് മറിയുന്നത്. ഹൃദയം മാറ്റിവെക്കൽ, അതേപോലെ കരൾ മാറ്റിവെക്കുക, ഇത്തരത്തിൽ ആരോഗ്യവാനായിട്ടുള്ള ഒരു രോഗിയുടെ ഹൃദയം, കരൾ ഇതൊക്കെ എടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ ആശുപത്രി ഉണ്ടാകുന്നു. കാൺപൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു റിപ്പോർട്ടാണിത്. അവിടെ ഒരു സ്ത്രീ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ ഡോക്ടർമാർ തമ്മിൽ ഈ അവയവ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ സ്ത്രീ കേൾക്കുകയും ഭയന്ന് ഓടുകയും ചെയ്തു. ആ സ്ത്രീക്ക് 50,000 രൂപ നൽകിയിട്ടാണ് ആ പ്രശ്നം തീർത്തത്. ഇനി മറ്റൊന്ന് ഹോസ്പിറ്റൽ റഫറൽ അഴിമതിയാണ്. അതായത് ചെറുകിട ഹോസ്പിറ്റൽ നമ്മൾ ചെല്ലും, ഒരു പനിയുമായിട്ടോ അല്ലെങ്കിൽ തലവേദനയായിട്ടോ ചെറിയ ഒരു ആശുപത്രി ചെല്ലുമ്പോൾ അവർ വൻകിട ആശുപത്രിയിലേക്ക് നമ്മളെ റെഫർ ചെയ്യുന്നു. ഇത് ഗുരുതരമായിട്ടുള്ള അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൻകിട ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. അങ്ങനെ 75 രോഗികളെ ഒരു ചെറുകിട ആശുപത്രിയിലെ ഒരു ഡോക്ടർ റെഫർ ചെയ്താൽ അയാൾക്ക് 2.5 ലക്ഷം രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്നത്. അല്ലെങ്കിൽ 75 രോഗികൾക്ക് 2.5 ലക്ഷം രൂപ വരെ കിട്ടും. മറ്റൊന്ന് ലാബ് പരിശോധന തട്ടിപ്പാണ്. നമുക്ക് വേണ്ടാത്ത പരിശോധനകൾ ലാബുകളെ അടിച്ചേൽപ്പിക്കും. 40 മുതൽ 50% വരെ ഡോക്ടർമാരാണ് ഇത്തരത്തിൽ നമുക്ക് ലാബുകളിലേക്ക് നമ്മളെ തള്ളിവിടുന്നത്. 2 ലക്ഷം ലാബുകളാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലെ കൃത്യമായി റിസൾട്ട് തരുന്നത് ഏതാണ്ട് 1000-ഓളം മാത്രം വരുന്ന ലാബുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നൽകുന്ന കൈക്കൂലിയാണ്. ഡോക്ടർമാർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തങ്ങളുടെ മരുന്ന് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി നൽകി. ഇത്തരത്തിൽ 1000 കോടി രൂപയുടെ ഇടപാടാണ് ആ രംഗത്ത് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ രോഗികൾ തങ്ങളുടെ മരുന്ന് എഴുതി കൊടുത്താൽ ഡോക്ടർമാർക്ക് യൂറോപ്യൻ ട്രിപ്പ് അടക്കം പെർ മന്ത് 3.5 ലക്ഷം രൂപയടക്കം കൊടുത്ത കേസുകൾ തെളിഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബസമേതമാണ് ഡോക്ടർമാർക്ക് ഇത്തരം വലിയ വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സൗജന്യമായി യാത്ര അനുവദിക്കുന്നത് ഇത്തരം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ. മറ്റൊന്ന് ക്യാൻസർ മരുന്നിൻ്റെ പ്രശ്നമാണ്. വളരെ തുച്ഛമായിട്ടുള്ള മരുന്നുകൾ, ഉദാഹരണമായി 1950 രൂപയ്ക്ക് ലഭിക്കുന്ന ക്യാൻസറിൻ്റെ മരുന്നുകൾ സ്വകാര്യ ആശുപത്രിയിൽ 18,645 രൂപയ്ക്കാണ് നൽകുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം മെഡിക്കൽ കൗൺസിലിൻ്റെ അനാസ്ഥയാണ്. നമുക്ക് അറിയേണ്ടത്, നമ്മൾ ചെല്ലുമ്പോൾ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ എന്താണ് ഡോക്ടറുടെ ഫീസ്, അല്ലെങ്കിൽ ഡോക്ടർ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, എത്ര രൂപയാകും ഈ കാര്യത്തിൽ എന്നുള്ള കാര്യത്തെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മളെ ഇത്തരത്തിൽ വലിയ കടക്കണിയിലേക്ക്, നിസ്സാരമായൊരു പനിയായിട്ട് ഒരു ആശുപത്രി ചെല്ലുമ്പോൾ അവർക്ക് ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സയും അതേപോലെ തന്നെ വേണ്ടാത്ത പരിശോധനകളും ഓപ്പറേഷനുകളും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന്, ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് ഡോക്ടർമാർ തങ്ങളുടെ മുഴുവൻ ഫീസും രോഗിയെ അറിയിക്കണം എന്നുള്ളതാണ്. നിയമപരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടർ എന്താണ് എൻ്റെ അസുഖം, ഈ അസുഖത്തിന് എത്ര രൂപ കൃത്യമായിട്ട് വരും എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. ഒരു കൈ ഒടിഞ്ഞെങ്കിൽ ആ ഒടിഞ്ഞ കൈക്ക് എത്ര നാൾ പ്ലാസ്റ്റർ ഇടേണ്ടി വരും, ആ പ്ലാസ്റ്ററിന്റെ തുക എത്രയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒരു 99% നിശ്ചയിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിക്കണം, എത്ര രൂപയാണ് ഈ എൻ്റെ ചികിത്സയ്ക്ക് ചെലവ് വരുന്നത് എന്ന് കൃത്യമായിട്ട് ഡോക്ടർ വ്യക്തമാക്കണം. പക്ഷേ ഡോക്ടർ വ്യക്തമാക്കുന്നില്ല, നമ്മൾ ചോദിക്കുന്നുമില്ല. മറ്റൊന്ന്, പരിശോധനകൾക്കും ചികിത്സകൾക്കും മുൻപായി രോഗിയുടെ ബന്ധുക്കളുടെ പൂർണ്ണ സമ്മതം വാങ്ങിയിരിക്കണം എന്നുണ്ട്. രോഗിയുടെ മെഡിക്കൽ റെക്കോർഡുകൾ കുറഞ്ഞത് 3 വർഷമെങ്കിലും ഡോക്ടർ സൂക്ഷിക്കേണ്ടതുണ്ട്, ആശുപത്രി സൂക്ഷിക്കേണ്ടതുണ്ട്. അതൊന്നും തന്നെ ചെയ്യുന്നില്ല. ഉദാഹരണമായി നമ്മൾ ഈ വർഷം ഒരു ചികിത്സയ്ക്ക് ചെല്ലുന്നു, പിന്നീട് 3 വർഷം കഴിഞ്ഞ് ആ ആശുപത്രി ചെന്നാൽ നമ്മുടെ ഫയലുകൾ അവിടെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പുതിയതായി തന്നെ ഒന്നേന്ന് മുതൽ തുടങ്ങേണ്ടുന്ന അവസരം വരുന്നു. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായ രോഗികളിൽ നിന്ന് പോലും സ്വകാര്യ ആശുപത്രികൾ പിഴിഞ്ഞെടുക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നമ്മോട് വ്യക്തമാക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.